ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ തോരൻ ഒന്ന് വെക്കാൻ നോക്കാം. അത് ഞാൻ മുളപ്പിച്ചാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ മുളപ്പിക്കുന്ന മെത്തേഡും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. ചെറുപയർ വയ്ക്കുന്ന പാത്രത്തിൽ പ്രാണിയൊന്നും കയറാതിരിക്കാൻ ഇതുപോലെ ഒന്ന് ഉണക്കമുളക് ഒന്നിട്ട് വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ചെറുപയറെടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഞാനൊരു 2-3 തവണ കഴുകിയെടുക്കുവേ. എന്നിട്ട് ഇതുപോലെ നമുക്ക് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാൻ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് വെച്ചാൽ മതിയേ. എന്നിട്ട് ഒരു 5-6 മണിക്കൂർ ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് എടുക്കണം. ഇപ്പോൾ ഞാൻ സോക്ക് ചെയ്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മുടെ സ്റ്റീമർ ഉണ്ടാവുമല്ലോ, അതിലേക്ക് നമുക്ക് ഇതുപോലെയൊന്ന് നല്ലപോലെ നിരത്തി വെച്ചിട്ട് ഇത് അടച്ച് വെക്കാം കേട്ടോ. പിറ്റേ ദിവസം രാവിലേക്ക് ആവുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മുളച്ച് കിട്ടുവേ. ഇപ്പോൾ കണ്ടോ, എല്ലാത്തിനകത്തും നല്ലപോലെ നമ്മുടെ ചെറുപയറൊക്കെ ഒന്ന് മുളച്ച് വന്നിട്ടുണ്ടേ. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റാൻ വേണ്ടി വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്ത് കിട്ടുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിന് നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. നമുക്കിത് ഇങ്ങനെ തന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കി നമ്മുടെ എണ്ണയൊക്കെ ഒഴിച്ചൊന്ന് ചൂടാക്കിയാൽ മാത്രം മതിയേ. ഞാനിപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ ചേർത്താട്ടോ എടുക്കുന്നത്. ഞാനപ്പോൾ എണ്ണയൊന്ന് ഒഴിച്ച് കൊടുത്ത് കടുക് വറുത്തതിന് ശേഷം നമ്മുടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലേശം വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ, കറിവേപ്പിലയും. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് നമ്മുടെ ചതച്ച മുളകാണേ. അതെല്ലാം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ മുളപ്പിച്ച നമ്മുടെ ചെറുപയർ ഇതിലേക്ക് ഒന്ന് ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എരിവ് കുറവ് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചതച്ച മുളക് ചേർക്കണം, നിർബന്ധമില്ല കേട്ടോ. ഇനി ഇത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ മുളപ്പിച്ച് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ.